ഗൈസ്, നമ്മളെ ഗ്രീൻ മസ്കോ ഗബ്ബി ഇതോ കുഞ്ഞുങ്ങളും തള്ളയും എല്ലാം നമ്മൾ ഇപ്രാവശ്യം ഒരുമിച്ചാട്ടോ ഇട്ട്. ഇന്നലെ വെള്ളം മാറ്റാൻ നേരത്ത് ക്ലീനാക്കാൻ നേരത്ത് നമ്മൾ ഇട്ടതാണ് എല്ലാം ഒരുമിച്ചിട്ട്. ഇവരെല്ലാം ഞാൻ ഇപ്പം തന്നെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും ചേഞ്ച് ചെയ്യും. ഗ്രീൻ മസ്കോൻ്റെ മെയിലാണ്, കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ, കണ്ടോ. ഇതൊക്കെ ഒരു 2-3 മാസമായ കുഞ്ഞുങ്ങളാണ് കേട്ടോ. 2-3 മാസമായി നമുക്ക് ബ്രീഡിങ്ങിന് തയ്യാറെടുത്തിട്ടുള്ള മെയിലാണ്. ഗ്രീൻ മസ്കോൻ്റെ മെയിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇവരെ കാണാൻ. ഇവരെ ടൈലൊക്കെ കണ്ടോ, നല്ല തിളങ്ങി നല്ല വലുപ്പം വെച്ചിന്. ഇവർ 3 മാസം കൊണ്ട് ഉള്ള വലുപ്പം കേട്ടോ. 3-4 മാസം കൊണ്ടുള്ള ഏകദേശമുള്ള വലുപ്പമാണ് ഇവരെ. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് റിലീസ് ചെയ്യാം. പോട്ടെ. ഇതാണ് ഗ്രീൻ മസ്കോ. ഇത് നമ്മൾ ചില്ലി മൊസാക്കോൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് 1-2 ആഴ്ച കൊണ്ടുള്ള വലിപ്പം കേട്ടോ ഈ കുഞ്ഞുങ്ങൾ. ഇത് നമ്മൾ 1 മാസമായത് ചില്ലി മൊസാക്കോൻ്റെ 1 മാസമായ കുഞ്ഞുങ്ങൾ. 2 ബാച്ചായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇത് ആദ്യത്തെ, ഇത് 2ാമത്തെ ബാച്ച്. നമ്മൾ ചില്ലി മൊസാക്കോ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള 3 ഫീമെയിലും ബാക്കി ഒരു 6 മെയിലൊക്കെ ആയിട്ട് നമ്മൾ ബ്രീഡിങ്ങിന് വെക്കൽ. എന്നിട്ട് ഇതിൽ നിന്നിട്ട് ബ്രീഡിങ് ആയി നിൽക്കുന്ന സമയമാകുമ്പോൾ അതിനകത്ത് നിന്ന് ബ്രീഡാവുന്നതിന് നമ്മൾ ഇറക്കി വിടും. ഈ ടാങ്കിലേക്കാണ് നമ്മൾ ഇറക്കി വിടുക. ഉണ്ടോ, ഇപ്പം ബ്രീഡാവാനായി പ്രസവിക്കാനായി കിടക്കുന്നതാണ്. ഇത് ആൽബിനോ റെഡ് ക്യാപ്പ്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇത് ഇതേപോലെ തന്നെ നമ്മൾ ഒരുമിച്ചങ്ങ് വിട്ടതാണ്, പേരിനെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെ വിട്ടതാണ്. ഇപ്പം ഇതിൽ നിന്നിട്ട് നമുക്ക് ബ്രീഡായിനെ ഏകദേശം കണ്ടാൽ മനസ്സിലാവും. നമ്മൾ അവരെ മാറ്റി വെക്കും. മാറ്റി നമ്മൾ ഇങ്ങനെ ബ്രീഡിങ് ടാങ്കിലേക്ക് ഇറക്കി വിടുക ചെയ്യുക. ബ്രീഡിങ് ബോക്സ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വിടും. ഫീമെയിലിനെ നോക്കിയിട്ട് 3-4 നോക്കി മാറ്റി നമ്മൾ ഇറക്കി വിടുക ചെയ്യുക. ഇപ്പോൾ 2 ദിവസം മുന്നേ മഴപ്പാറ്റ പെയ്തുകൊണ്ട് മഴപ്പാറ്റയായിരുന്നു. അപ്പോൾ ട്യൂബിലൈറ്റ് ഞാൻ രാത്രി ഇവർക്ക് ഫൈറ്റർ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ട്യൂബിലൈറ്റ് ഇട്ട് വെക്കും. അതുകൊണ്ട് ഇവർ മഴപ്പാറ്റ മൊത്തം ഇതിൽ മഴപ്പാറ്റ. ഇത് നമ്മൾ ആൽബിനോ റെഡ് ക്യാപ്പിൻ്റെ ബ്രീഡിങ്ങിന് നമ്മൾ ഇട്ടതാണ് കേട്ടോ. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നല്ല വണ്ണമുള്ളത് കൊണ്ട് ഇവരെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ടതാണ്. കുറച്ച് വലുത് നോക്കിയിട്ട് ഒരുമിച്ചിട്ടതാണ്. ഇന്നലെ ഇട്ടതാണ് നമ്മൾ. ഇപ്പോൾ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ നമ്മളിവരെ കണ്ടീഷനൊക്കെ നോക്കി നമ്മൾ അതിനകത്ത് നിന്ന് മെയിലിനെ എടുത്ത് മാറ്റും. അതുവരെ ഇവരിങ്ങനെ തന്നെ ഇരിക്കും. ഇതിന് മുന്നേ ഇതിൽ ഞാൻ ഇട്ടത് 2 ബ്രീഡിങ്ങിനിട്ടതിൽ നമുക്ക് കിട്ടിയ കുഞ്ഞുങ്ങളായത്. ബ്രീഡിങ്ങിനിട്ട സമയത്ത് നമുക്ക് കിട്ടിയ കുഞ്ഞുങ്ങളാണ്. ഇവരിപ്പം വിരിഞ്ഞിറങ്ങിയിട്ട് ഒരു 1.5 ആഴ്ച അത്രയായി. ഇതിൽ നമ്മൾ ഗ്രീൻ മൊസാക്കോൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. തള്ള ചത്തുപോയി. ആ സമയത്ത് ഒരു 5 കുഞ്ഞിനെ കിട്ടിയിരുന്നു. പിന്നെ അവരെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് കുറച്ച് വണ്ണം വെച്ച് കഴിഞ്ഞാൽ എടുത്ത് മാറ്റാമല്ലോ. അതുകൊണ്ട് ആൽബിനോ റെഡ് ക്യാപ്പിൻ്റെ കുഞ്ഞുങ്ങളായത്. ഇത് നമ്മളെ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇവർ നല്ല ഉണ്ട്, നല്ല വണ്ണം വെച്ച് വരുന്നുണ്ട്. 1 മാസമൊക്കെ ആവാനായി ഇപ്പോൾ ഏകദേശം. വലിയ വണ്ണമൊന്നും വെക്കുന്നില്ല, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ജോലിയുള്ളത് കൊണ്ട് ഞാനങ്ങനെ ഇവർക്ക് കറക്റ്റ് ടൈമിങ്ങിൽ ഇപ്പോൾ ഫുഡ് കൊടുക്കൽ കുറവാണ്. ഇപ്പോൾ 1 ആഴ്ചയായി ഞാൻ തിരക്കുകൊണ്ട് ഞാൻ ഫുഡ് കൊടുക്കൽ കുറവാണ്. അതുകൊണ്ടാണ് ഇവർ ചിലത് വണ്ണം വെച്ച് ചിലത് വണ്ണം ഇല്ലാണ്ടൊക്കെ ഇരിക്കുന്നത്. 1 മാസം കൊണ്ടുള്ള വളർച്ച കണ്ടോ. ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളെ വളർച്ചയാണ് 1 മാസം കൊണ്ടുള്ള. വണ്ണം വെച്ച് വരുന്നുണ്ട് ഇവർ. ഇവർക്ക് മൊയിനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെയായിരിക്കും ഇവർ വണ്ണം വെക്കുക. പെട്ടെന്നുള്ള വളർച്ചയാണ് ഇവരെ. നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടുള്ള വളർച്ചയാണ്.
ഇവർക്ക് അതിനനുസരിച്ചിട്ട് നമ്മൾ ഫീഡ് ചെയ്യുന്ന ഫുഡില്ലേ, നമ്മൾ രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഇവരെ വളർച്ച നമുക്ക് കാണാൻ പറ്റും. ഇവരെ വളർച്ച എങ്ങനെയാണ് ഓരോ ദിവസം ഇവരെ വളർച്ച നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന രീതിയാണ് ഈ ഫൈറ്റർ കുഞ്ഞുങ്ങളെ. ഇവർ ഈ ഒരു ഗബ്ബിയുടെ അത്ര വണ്ണം വെച്ചിട്ട് നമ്മൾ പിന്നീട് കൊടുക്കുന്ന ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ മൊയിന കൊടുക്കുമ്പോൾ നമുക്ക് ഇവരെ വളർച്ച നമുക്ക് കാണാൻ പറ്റും. നല്ല വളർച്ചയായിരിക്കും ഇവർക്ക്. പക്ഷെ അതുപോലെ ഫീഡ് ചെയ്യണം. നമ്മൾ രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ലൈഫ് ഫീഡ് തന്നെ കൊടുക്കാൻ നോക്കുക. ജീവനുള്ള തീറ്റ തന്നെ കൊടുക്കാൻ നോക്കുക ഇവർക്ക് പരമാവധി. ഇതിലാണ് ഇവരെ വളർച്ച ഇരിക്കുന്നത്. പറഞ്ഞില്ലേ, ഇവർ കളറ് വെച്ച് ഇങ്ങനെ തുടങ്ങുന്നുണ്ട് ഫൈറ്റർ കുഞ്ഞുങ്ങളെ. ഇപ്പം നോക്കിയാൽ നമുക്ക് ഇതിലൂടെ മനസ്സിലാവും. അവർക്ക് അവരാ ഒരു കളറ് വെച്ചിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. കണ്ടോ, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇതിനകത്ത് ചെറുതും വലുതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ പുതിയ യൂട്യൂബേഴ്സാണ്, അതുകൊണ്ട് വീഡിയോയിൽ കുറ്റവും കുറവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അംഗീകരിക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.